നമസ്കാരം, എല്ലാവർക്കും OH ടു സക്സസ് ഫോർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു ഓഡിയോ ക്ലാസ്സുമായിട്ടാണ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിരിക്കും മൈ സ്റ്റഡി നോട്ട് വിത്ത് ഓഡിയോ ക്ലാസ് എന്നുള്ളത്. അതുപോലെ ഈ ഓഡിയോ ക്ലാസ്സിൽ എൻ്റെ സ്റ്റഡി നോട്ട് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തു പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം എന്ന് പോലും അറിയാതെ വിഷമിച്ചിരിക്കുന്ന എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും, അതിൽ ബിഗിനേഴ്സും വീട്ടമ്മമാരും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന നോട്ട്സും ക്ലാസ്സുകളുമായിരിക്കും ഇനി മുതൽ ഈ ചാനലിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററിയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്നുള്ള ആ ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മോഡേൺ ഇന്ത്യ സ്റ്റാർട്ട്സ് ഫ്രം ദ അറൈവൽ ഓഫ് യൂറോപ്യൻസ് അല്ലേ, അതായത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുണ്ട്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി സ്റ്റാർട്ട്സ് ഫ്രം ദ അറൈവൽ ഓഫ് യൂറോപ്യൻസ്. യൂറോപ്യൻസിൻ്റെ ആഗമനത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ചരിത്രം, അതായത് ആധുനിക ഇന്ത്യൻ ചരിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനവരേനെ വഴി തെളിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരു പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതാണ്. അപ്പോൾ 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോട് കൂടിയിട്ടാണ് ഈ യൂറോപ്യൻസൊക്കെ ഇന്ത്യയിലേക്ക് കടൽ മാർഗം വരാൻ തുടങ്ങിയത്. ഇനി ഇതിനുള്ള ഒരു ഫസ്റ്റ് ശ്രമം, അതായത് ഈ യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വരുന്നതിന് ആദ്യമായിട്ട് ഒഫീഷ്യലായിട്ട് അതിനൊരു ശ്രമം നടത്തിയത് കൊളംബസാണ് ഇതിന് ഒരു ശ്രമം നടത്തിയിട്ടുള്ളത്. ഒഫീഷ്യലായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് കൊളംബസാണ്. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്കാണ് പുറപ്പെട്ടതെങ്കിലും എത്തിച്ചേർന്നത് മറ്റൊരു സ്ഥലത്താണ്, അല്ലെങ്കിൽ മറ്റൊരു കോണ്ടിനെൻറ്റിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. നമുക്കറിയാം അത് അമേരിക്കയാണ്. അങ്ങനെ ഇന്ത്യയിൽ ഫസ്റ്റ് എത്തിയ വിദേശികളാണ് അറബികൾ. ഇന്ത്യയിൽ ഫസ്റ്റ് എത്തിയ വിദേശികൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് എത്തിയ വിദേശികൾ അറബികളാണ്. അതേപോലെ ഫസ്റ്റ് എത്തിയ യൂറോപ്യൻസ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് ഞാൻ പറയാൻ മറന്നുപോയി, ഫസ്റ്റ് എത്തിയ യൂറോപ്യൻസാണ് പോർച്ചുഗീസുകാർ കേട്ടോ. ഇന്ത്യയിൽ ഫസ്റ്റ് എത്തിയിട്ടുള്ള യൂറോപ്യൻസാണ് പോർച്ചുഗീസുകാർ. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിയ ഫസ്റ്റ് യൂറോപ്യൻസ് പോർച്ചുഗീസുകാരും, അതേപോലെ കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിയ ഫസ്റ്റ് വിദേശികൾ എന്ന് പറയുന്നത് അറബികളുമാണ് കേട്ടോ. അപ്പോൾ പോർച്ചുഗീസുകാർ, അറബികൾ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് മറ്റൊരു വ്യക്തിത്വമാണ് ബർത്തലോമിയ ഡയസ്. ആരാണ് ബർത്തലോമിയ ഡയസ്? അദ്ദേഹം ഒരു പോർച്ചുഗീസ് നാവികനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആ ഫസ്റ്റ് പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയ ഡയസ്. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ പോർച്ചുഗീസ് നാവികനാണ് ഇദ്ദേഹം. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികളെക്കുറിച്ചാണ്. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികളാണ്
പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, അതുപോലെ ഫ്രഞ്ചുകാർ. ഇനി ഇവരുടെ ആ ഒരു ഓർഡർ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കോഡ് തന്നെയാണ് പോഡ ബീഫെ എന്നുള്ളത്. പോഡ ബീഫെ. അതിൽ പോ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർ, ഡ ഡച്ചുകാർ, ബി ബ്രിട്ടീഷുകാർ, ഫെ ഫ്രഞ്ചുകാർ. ഇങ്ങനെയാണ് ആ ഓർഡർ കിടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോർച്ചുഗീസുകാരെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് ഫസ്റ്റ് എത്തിയ യൂറോപ്യനാണ് പോർച്ചുഗീസുകാർ. യൂറോപ്യൻസാണ് പോർച്ചുഗീസുകാർ. അപ്പോൾ അവരെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് ഇന്ത്യയിലേക്ക് എത്തിയ പോർച്ചുഗീസ് കാരൻ ആരാണെന്ന് ചോദിച്ചാൽ വാസ്കോഡ ഗാമയാണ് കേട്ടോ. ഫസ്റ്റ് ഇന്ത്യയിലേക്ക് എത്തിയ പോർച്ചുഗീസുകാരനാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യനാണ് ആര്? വാസ്കോഡ ഗാമ. അദ്ദേഹം 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് പന്തലായനി ബീച്ചിലാണ് അദ്ദേഹം വന്നിറങ്ങുന്നത്. ഇത് ഉൾപ്പെടുന്ന പഞ്ചായത്താണ് ചേമഞ്ചേരി പഞ്ചായത്ത് കേട്ടോ. അപ്പോൾ 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങുന്നത്. പന്തലായനി ബീച്ചിലാണ് കേട്ടോ, ചേമഞ്ചേരി പഞ്ചായത്തിൽ. ഇനി ഇദ്ദേഹം എവിടെ നിന്നാണ് വരുന്നത്? ഇദ്ദേഹം പോർച്ചുഗൽ നിന്നാണെന്ന് അറിയാം. പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. 1497 അദ്ദേഹം യാത്ര തിരിക്കുന്നത് ലിസ്ബണിൽ നിന്ന്. അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ട പോർച്ചുഗൽ രാജാവായിരുന്നു മാനുവൽ ഫസ്റ്റ് കേട്ടോ. മാനുവൽ ഫസ്റ്റാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുന്നത്. ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് ഇവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കുത്തക അല്ലെങ്കിൽ ഇവരുടെ കൈവശാക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത് വ്യാപാരത്തിലൊക്കെ അല്ലെങ്കിൽ വ്യാപാര കുത്തക അതിലൊരു ആധിപത്യം സ്ഥാപിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് മാനുവൽ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്? വാസ്കോഡ ഗാമയെ 1497 ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുന്നത്. അങ്ങനെ അദ്ദേഹം കാപ്പാട് വന്നിറങ്ങി. 1498 അദ്ദേഹം കാപ്പാട് വന്നിറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങിയ സമയത്ത് അവിടെ ഭരിച്ചിരുന്നത് സാമൂതിരിയായിരുന്നു കേട്ടോ. സാമൂതിരിയായിരുന്നു അവിടെ ഭരണം നടത്തിയിരുന്നത്. സാമൂതിരി എന്ത് ചെയ്തില്ല? ഗാമ വന്നിറങ്ങിയതൊന്നും ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. സാമൂതിരിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അദ്ദേഹം എപ്പോഴും ആർക്കെതിരായിരുന്നു? ഗാമയ്ക്കും അതേപോലെ പോർച്ചുഗീസുകാർ അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ ഇനി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എതിര് നിന്നിട്ടുള്ള ഒരു ഭരണാധികാരി ആയിരുന്നു ആര്? സാമൂതിരിമാർ കേട്ടോ. ഇനി ഗാമയെ മാനുവൽ ഫസ്റ്റ് പോർച്ചുഗീസ് രാജാവാണെന്ന് പോർച്ചുഗൽ രാജാവാണെന്ന് പറഞ്ഞു മാനുവൽ ഫസ്റ്റ്. അദ്ദേഹം വാസ്കോഡ ഗാമയെ വിളിച്ചിരുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിച്ചിരുന്ന ഒരു പേരുണ്ടായിരുന്നു. എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ എന്ന് മാനുവൽ ഫസ്റ്റ് ആരെയാണ് വിശേഷിപ്പിച്ചത്? വാസ്കോഡ ഗാമയെയാണ് വിശേഷിപ്പിച്ചത്. അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്? വാസ്കോഡ ഗാമ അറിയപ്പെടുന്നുണ്ട്. ഇനി വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ കേരളത്തിലേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ ഒരു കപ്പലാണ്. കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയൽ എന്നാണ് കേട്ടോ. അപ്പോൾ വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ കപ്പലിൻ്റെ പേരാണ്, അദ്ദേഹം വന്ന കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയൽ. കൂടാതെ
ഇദ്ദേഹത്തിൻ്റെ കപ്പൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കപ്പലിനെ അനുഗമിച്ചുകൊണ്ട് 2 കപ്പൽ കൂടി വേറെ ഉണ്ടായിരുന്നു. അതാണ് സെൻറ്റ് റാഫേലും അതേപോലെ സെൻറ്റ് ബറിയോ. അപ്പോൾ അദ്ദേഹത്തെ അനുഗമിച്ചു വന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കപ്പലിനെ അനുഗമിച്ചു വന്ന മറ്റു 2 കപ്പലുകളാണ് സെൻറ്റ് റാഫേലും സെൻറ്റ് ബറിയോയും. ഇനി അടുത്തതായിട്ട് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ വാസ്കോഡ ഗാമയുടെ സ്മരണാർത്ഥം ഒരു പട്ടണത്തിന് വാസ്കോഡ ഗാമ എന്ന പേര് കൊടുത്തിട്ടുണ്ട്. അത് എവിടെയുള്ളതാണ്? എവിടുത്തെ പട്ടണത്തിനാണ് അങ്ങനെ ഒരു പേര് കൊടുത്തിട്ടുള്ളത്? ഗോവ കേട്ടോ. ഗോവയിലാണ് വാസ്കോഡ ഗാമയുടെ സ്മരണാർത്ഥം അവിടുത്തെ ഒരു നഗരത്തിൻ്റെ പേരാണ് വാസ്കോഡ ഗാമ കേട്ടോ. ഗോവയിലെ ഒരു നഗരത്തിൻ്റെ പേര് വാസ്കോഡ ഗാമ എന്നാണ്. ഇനി നമുക്ക് വാസ്കോഡ ഗാമയെക്കുറിച്ച് നമുക്കൊന്നുകൂടി നോക്കാം. അപ്പോൾ വാസ്കോഡ ഗാമ 1498 മെയ് 20-നാണ് കോഴിക്കോട് കാപ്പാട് പന്തലായനി ബീച്ചിൽ അദ്ദേഹം കപ്പലിറങ്ങുന്നത്. ചേമഞ്ചേരി പഞ്ചായത്താണ് അത് ഉൾപ്പെടുന്നത്. അദ്ദേഹം വരുന്നത് ലിസ്ബണിൽ നിന്നാണ്. 1497-ലാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. അങ്ങനെ 1498 മെയ് 20-നാണ് അദ്ദേഹം കേരളത്തിൽ കാപ്പാട് എത്തിച്ചേരുന്നത്, കപ്പലിറങ്ങുന്നത്. ഇദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ട അന്നത്തെ പോർച്ചുഗൽ രാജാവാണ് മാനുവൽ ഫസ്റ്റ്. ഈ മാനുവൽ ഫസ്റ്റ് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്ന പേരായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ, അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്നുള്ളത്. ഇനി വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് വന്ന കപ്പലാണ് സെൻറ്റ് ഗബ്രിയൽ കേട്ടോ. കേരളത്തിലേക്ക് കാപ്പാട് വന്നിറങ്ങിയത് സെൻറ്റ് ഗബ്രിയൽ എന്ന കപ്പലിലാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ കപ്പലിനെ അനുഗമിച്ചുകൊണ്ട് മറ്റു 2 കപ്പലുകളുണ്ടായിരുന്നു. സെൻറ്റ് റാഫേലും അതേപോലെ സെൻറ്റ് ബറിയോ എന്നുള്ള 2 കപ്പലുകൾ കൂടി ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം, വാസ്കോഡ ഗാമയുടെ സ്മരണാർത്ഥം ഗോവയിലെ ഒരു നഗരത്തിൻ്റെ പേരാണ് വാസ്കോഡ ഗാമ എന്നുള്ളത് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അതിനിട്ടതാണ് വാസ്കോഡ ഗാമ. ഗോവയിലാണുള്ളത്. ഇനി നമുക്ക് അടുത്തത് വാസ്കോഡ ഗാമയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ട 3 വർഷങ്ങളാണ് 1498, 1502, 1524. ഈ 3 വർഷങ്ങൾ നമ്മൾ ഓർത്ത് വെക്കണം. അതിൽ 1498 നമുക്കറിയാം, അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തി അല്ലേ, ഫസ്റ്റ് വന്ന വർഷമാണ്. ഇന്ത്യയിലേക്ക് ഫസ്റ്റ് എത്തിയ വർഷമാണ് 1498. ഇനി 1502 എന്താ സംഭവിച്ചത്? അദ്ദേഹം 2ാം വട്ടം വീണ്ടും വന്നു അല്ലേ. അദ്ദേഹം 1502 വീണ്ടും അദ്ദേഹം എവിടെ എത്തി? നമ്മുടെ കേരളത്തിലെത്തി. പിന്നീട് 1524 അദ്ദേഹം വീണ്ടും വരികയുണ്ടായി. അന്ന് അദ്ദേഹം വെറുതെ വന്നതല്ല, അദ്ദേഹം എന്തായി? അന്നത്തെ അല്ലേ വൈസ്രോയി ആയിട്ടോ, കേരളത്തിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയി. അതേപോലെ ഇത് 1524 അദ്ദേഹം ലാസ്റ്റ് വന്നത് കേട്ടോ. അതായത് ആ വർഷം തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ആ ലാസ്റ്റ് വന്ന ഇയറിൽ തന്നെ അദ്ദേഹം എന്തായി? ഇന്ത്യയിലെ പോർച്ചുഗൽ വൈസ്രോയി ആയിട്ട് മാറി. അപ്പോൾ ഈ 3 വർഷങ്ങളും എന്ത് ചെയ്യണം? നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. 1498, 1502, 1524. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകതകൾ കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ പഠിക്കുന്നത് അൽവാരിസ് കബ്രാൾ അല്ലെ. അടുത്തതായിട്ട് വാസ്കോഡ ഗാമയെ പിന്തുടർന്നുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് കേരളത്തിലെത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെത്തിയിട്ടുള്ള പോർച്ചുഗീസുകാരനാണ് അൽവാരിസ് കബ്രാൾ കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേരാണ് അൽവാരിസ് കബ്രാൾ. 1500 അദ്ദേഹം
നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം അവിടെ എത്തിയതും കേരളത്തിൽ കൊച്ചിയിലെത്തിയതും അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ ഒരു പണ്ടകശാല സ്ഥാപിച്ചു. ഈ പണ്ടകശാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാപാര കേന്ദ്രം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഒരു പണ്ടകശാല കൊച്ചിയിൽ സ്ഥാപിച്ചത് ആരായിരുന്നു? അൽവാരിസ് കബ്രാളാണ്. അപ്പോൾ 1500 അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. വാസ്കോഡഗാമയുടെ പിൻഗാമിയായിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നത്. അതേപോലെ കൊച്ചിയിൽ അദ്ദേഹം എത്തിയപ്പോൾ അവിടെ അദ്ദേഹം ഒരു പണ്ടകശാല സ്ഥാപിച്ചു. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത വ്യക്തിയാണ് പോർച്ചുഗീസുകാരനാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ അദ്ദേഹം ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ആര്? ഈ ഫ്രാൻസിസ്കോ ഡി അൽമേഡ കേട്ടോ. നമുക്ക് 1524 എന്താണ് നമ്മുടെ ഗാമ വീണ്ടും കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം എന്താണ് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പോർച്ചുഗീസ് വൈസ്രോയി. ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. പിന്നെ അതേപോലെ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു പോളിസി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു നയം ഉണ്ടായിരുന്നു. അതറിയപ്പെടുന്നത് ബ്ലൂ വാട്ടർ പോളിസി എന്നാണ്. അപ്പോൾ ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടെ രണ്ട് പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്ന്, അദ്ദേഹമായിരുന്നു ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി ഇൻ ഇന്ത്യ. പിന്നെ അതേപോലെ അദ്ദേഹം നടപ്പാക്കിയിട്ടുള്ള ഒരു പോളിസി ആയിരുന്നു ബ്ലൂ വാട്ടർ പോളിസി, അല്ലെങ്കിൽ നീലജല നയം എന്ന് പറയുന്നത്. ബ്ലൂ വാട്ടർ പോളിസി ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്രാൻസിസ്കോ ഡി അൽമേഡയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നമ്മൾ നോക്കുന്നത്, അദ്ദേഹം ഒരു കോട്ട കണ്ണൂരിൽ നിർമ്മിക്കുകയുണ്ടായി. അതാണ് സെൻറ്റ് ആഞ്ചലോസ് കോട്ട. അപ്പോൾ സെൻറ്റ് ആഞ്ചലോസ് കോട്ട ആരാണ് നിർമ്മിച്ചത്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അത് എവിടെയാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ കണ്ണൂരിലാണ് അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് വർഷം കൂടി നോട്ട് ചെയ്യുക. 1505 അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. ദെൻ അടുത്തത് ഒരു ബുക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത്. തുഫത്തുൽ മുജാഹിദീൻ എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അത് എഴുതിയത് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ എഴുതിയ ബുക്കാണ് തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. ആ ബുക്കിൽ എന്താണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇതിവൃത്തം എന്തായിരുന്നു? കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ഇത് തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഷെയ്ഖ് സൈനുദ്ദീനാണത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ബുക്കിൻ്റെ പേര് നോട്ട് ചെയ്ത് വെക്കുക, എഴുതിയ ആളുടെ പേര് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് എഴുതിയ ബുക്ക് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തുഫത്തുൽ മുജാഹിദീനാണ്. ഇനി അടുത്തത് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നത് 1628 കേട്ടോ. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നത് 1628. പിന്നെ അതുപോലെ പോർച്ചുഗീസുകാരിൽ അവസാനത്തെയും അതേപോലെ 128ാമത്തെയും ഗവർണർ ജനറൽ ആയിരുന്നു വാസിലോ ഇ സിൽവ. അപ്പോൾ വാസിലോ ഇ സിൽവയാണ് അവസാനത്തെയും അതേപോലെ 128ാമത്തെയും ഗവർണർ ജനറൽ ആയിരുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ ആയതുകൊണ്ട് എന്താണ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആരായിരുന്നു?
ഫസ്റ്റ് ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണെന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ ലാസ്റ്റ് 128ാമത്തെ ഗവർണർ ജനറലാണ് വാസിലോ ഇ സിൽവ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് കാർട്ടസ് നികുതിയെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് കാർട്ടസ് നികുതി എന്നാണ് നോക്കുക. കാർട്ടസ് നികുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പോർച്ചുഗീസുകാരുടെ സമ്മതമില്ലാതെ ഇന്ത്യൻ ഓഷ്യനിലൂടെ മറ്റ് യൂറോപ്യൻ ശക്തികളുടെ ഒന്നും കപ്പലുകൾ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ മറ്റു ഇനിയിപ്പോൾ അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ എന്ത് നൽകണം? ഒരു നികുതി നൽകണം. പോർച്ചുഗീസുകാർക്ക് ഒരു നികുതി നൽകണം. ആ ഒരു നികുതി അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന അത് ഒരു പാസ്സാണ് കേട്ടോ. നമ്മൾ പാസ് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു പാസ്സാണ് എന്ത്? കാർട്ടസ് നികുതി എന്ന് പറയുന്നത്. ആ നികുതി അടച്ചതിന് ശേഷം മാത്രമാണ് മറ്റ് യൂറോപ്യൻ ശക്തികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? അവരുടെ കപ്പലുകളും കൊണ്ട് ഇന്ത്യൻ ഓഷ്യനിലൂടെ പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്? കാർട്ടസ് നികുതി എന്ന് പറയുന്നത്. അത് പോർച്ചുഗീസുകാരാണ് ഏർപ്പെടുത്തിയത്. അപ്പോൾ കാർട്ടസ് നികുതി ഏർപ്പെടുത്തിയ യൂറോപ്യന്മാരാരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പോർച്ചുഗീസുകാരാണത് ഏർപ്പെടുത്തുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കുന്നത്, ഇപ്പോൾ നമ്മൾ വാസ്കോ ഡ ഗാമയെ കുറിച്ച് പറഞ്ഞു. അതേപോലെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന അൽവാരിസ് കബ്രാളിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആരെക്കുറിച്ചാണ്? ആൽബുക്കർക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ടാമത്തെ വൈസ്രോയി അല്ലേ, ഇന്ത്യയിൽ സെക്കൻഡ് പോർച്ചുഗീസ് വൈസ്രോയി ഇൻ ഇന്ത്യ എന്ന് ആരാണ്? ആൽബുക്കർക്കാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഇന്ത്യയിൽ ആൽബുക്കർക്കായിരുന്നു. അദ്ദേഹം വളരെ മോസ്റ്റ് പവർഫുൾ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അല്ലേ. വളരെ പവർഫുൾ ആയിട്ടുള്ള അല്ലേ, വളരെയധികം ശക്തനായിട്ടുള്ള ഒരു വൈസ്രോയി ആയിരുന്നു ആര്? ആൽബുക്കർക്ക്. അദ്ദേഹത്തിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മറ്റൊരു കാര്യമാണ് പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ കേട്ടോ. അത് പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൽബുക്കർക്കാണ്. പിന്നെ അതേപോലെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ മിശ്ര കോളനി വ്യവസ്ഥ, ഒരു മിശ്ര കോളനി സമ്പ്രദായം കൊണ്ടുവന്നത് ആരായിരുന്നു? ആൽബുക്കർക്കാണ് കേട്ടോ. ഒരു മിശ്ര കോളനി സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? ആൽബുക്കർക്കാണ്. അങ്ങനെ ഒരു സമ്പ്രദായം. അപ്പോൾ ഈ മിശ്ര കോളനി സിസ്റ്റം അല്ലെങ്കിൽ സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ആര്? ആൽബുക്കർക്ക്. ഈ മിശ്ര കോളനി സമ്പ്രദായത്തെ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, സങ്കരവാസ സങ്കേതങ്ങൾ അല്ലെങ്കിൽ മിക്സ്ഡ് കോളനി സിസ്റ്റം എന്നറിയപ്പെടുന്നുണ്ട്. അതേപോലെ സങ്കരവാസ സങ്കേതങ്ങൾ എന്ന പേരിലും കൂടി അത് അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മാനുവൽ കോട്ട നിർമ്മിച്ചു. അപ്പോൾ ഇദ്ദേഹമാണ്, ആൽബുക്കർക്കാണ് ഏത് നിർമ്മിച്ചത്? മാനുവൽ കോട്ട നിർമ്മിച്ചത്. നമ്മൾ നേരത്തെ ഒരു കോട്ട പരിചയപ്പെട്ടു, ഏതാത്? സെൻറ്റ് ആഞ്ചലോസ് കോട്ട അല്ലേ. അത് കണ്ണൂരിലാണ് നിർമ്മിക്കപ്പെട്ടുള്ളത്. ആരായിരുന്നു നിർമ്മിച്ചത്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയായിരുന്നു അത് നിർമ്മിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ആൽബുക്കർക്കാണ് ഏത് കോട്ട നിർമ്മിച്ചത്? മാനുവൽ കോട്ട നിർമ്മിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് മാറരുത്. ഇപ്പോൾ ഇവിടെ മാനുവൽ കോട്ട നിർമ്മിച്ചത് ആരാണ്? ആൽബുക്കർക്കാണ്. ഇനി നമുക്ക് മാനുവൽ കോട്ടയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഫോർട്ട് മാനുവലിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. യൂറോപ്യൻസ് നിർമ്മിച്ച ഫസ്റ്റ് ഫോർട്ടാണ് ഏത്? ഫോർട്ട് മാനുവൽ എന്ന് പറയുന്നത്. അതായത് യൂറോപ്യൻസ് നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് ഏത്? ഈ ഫോർട്ട് മാനുവൽ. പിന്നെ അതേപോലെ ഇന്ത്യയിൽ തന്നെ യൂറോപ്യൻസ് നിർമ്മിച്ച ഏറ്റവും പഴക്കം ചെന്ന വെരി ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ട കൂടിയാണ് ഏത്? മാനുവൽ കോട്ട. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്.
1503 ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നിർമ്മിച്ചത് ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ആൽബുക്കർക്ക് കേട്ടോ. ആൽബുക്കർക്കാണ് ഈ കോട്ട നിർമ്മിച്ചത്. പിന്നെ ഈ കോട്ട അറിയപ്പെടുന്ന കുറച്ച് പേരുകളുണ്ട്. മാനുവൽ കോട്ട എന്ന് മാത്രമല്ല ഇത് അറിയപ്പെടുന്നത്, മറ്റു ചില പേരുകളിൽ കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ഒന്ന് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട. ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കോട്ടയാണ് മാനുവൽ കോട്ട കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ആൽബുക്കർക്കിലേക്ക് തന്നെ വരാം. ആൽബുക്കർക്കാണ് ഗോവ പിടിച്ചെടുത്തത് കേട്ടോ. ആൽബുക്കർക്കാണ് ഗോവ പിടിച്ചെടുക്കുന്നത്. ഇത് 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്നുമാണ് ഇദ്ദേഹം ഗോവ പിടിച്ചെടുക്കുന്നത് കേട്ടോ. 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് ഇദ്ദേഹം ഗോവ പിടിച്ചെടുക്കുന്നത്. പിന്നെ അങ്ങനെ ഗോവ പിടിച്ചെടുത്തോട് കൂടിയിട്ട് ഇവരുടെ ക്യാപിറ്റൽ, ഇവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ആദ്യം കൊച്ചിയായിരുന്നു. പിന്നീട് അവിടുന്ന് ഗോവയിലേക്ക് മാറ്റി കേട്ടോ. ഗോവ പിടിച്ചെടുത്തോട് കൂടിയിട്ട് ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റി. അപ്പോൾ ഫസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? കൊച്ചിയാണ്. പിന്നീട് മാറ്റിയത് എവിടേക്കാണ്? ഗോവയിലേക്കാണ് പിന്നീട് മാറ്റുന്നത്. പിന്നെ അതേപോലെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, സതി നിരോധിച്ചു കേട്ടോ. സതി നിരോധിച്ചത് ഇദ്ദേഹമാണ്. പിന്നെ അതേപോലെ സതി നിരോധിച്ചത് ഇദ്ദേഹമാണെന്ന് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പറയുന്നു അല്ലേ, പഠിക്കുന്നത്. സതി നിരോധിച്ച് നിയമപരമായിട്ട് സതി നിരോധിച്ചത് വില്യം ബെൻറ്റിക് ആണ്. പക്ഷേ ഇവിടെ ആൽബുക്കർക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സതി, ആ ഒരു ടൈമിൽ സതി നിരോധിച്ചത് ഇദ്ദേഹമാണ് കേട്ടോ. പിന്നെ അതേപോലെ നാണയ സമ്പ്രദായം ഏർപ്പെടുത്തിയത് ആൽബുക്കർക്കാണ്. അപ്പോൾ ഈ സതി നിരോധിച്ചു പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇദ്ദേഹത്തിൻ്റെ ആ ഭരണകാലത്ത് അദ്ദേഹം സതി നിരോധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഇദ്ദേഹത്തിന് ശേഷമൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? സതി എന്ന് പറയുന്ന ആ ഒരു ദുരാചാരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് നിയമ മൂലം ഈ സതി നിരോധിച്ചത് വില്യം ബെൻറ്റിക്കാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പോർച്ചുഗീസുകാരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അവരെന്തൊക്കെ സംഭാവനകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഫസ്റ്റ്, കശുവണ്ടി, പുകയില, ആത്തിക്ക, പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, വറ്റൽ മുളക്, മരച്ചീനി തുടങ്ങിയ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് കേട്ടോ. കശുവണ്ടി, അതേപോലെ പുകയില, ആത്തിക്ക, പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, വറ്റൽ മുളക്, മരച്ചീനി എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ആദ്യമായി അച്ചടിശാല ഗോവയിൽ ഇവർ സ്ഥാപിച്ചു. അപ്പോൾ ആദ്യമായിട്ട് അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. 1556 ഗോവയിൽ ആദ്യമായിട്ട് അച്ചടിശാല നിർമ്മിക്കപ്പെടുന്നത്. അതേപോലെ ഫസ്റ്റ് യൂറോപ്യൻ സ്കൂള് കൊച്ചിയിൽ സ്ഥാപിക്കപ്പെട്ടു. പിന്നെ അച്ചടിശാല കേരളത്തിൽ സ്ഥാപിച്ചു. അതെവിടേക്കാണ്? കൊച്ചിയിലും വൈപ്പിനിലും. അപ്പോൾ കേരളത്തിൽ കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. കൂടാതെ ചവിട്ടുനാടകം എന്ന കലാരൂപം നമ്മുടെ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ചവിട്ടുനാടകം പ്രചരിപ്പിച്ചത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ആദ്യമായി കോട്ടകൾ നിർമ്മിച്ചു. ആദ്യമായി എന്തുണ്ടായി?
കോട്ടകളൊക്കെ നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ ഇവർ നിർമ്മിച്ച കോട്ടകളാണ് കോട്ടപ്പുറം കോട്ട, അതേപോലെ സെൻറ്റ് ആഞ്ചലോ കോട്ട. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് രണ്ടും നേരത്തെ പറഞ്ഞു. കോട്ടപ്പുറം കോട്ടയും സെൻറ്റ് ആഞ്ചലോ കോട്ടയും. കോട്ടപ്പുറം കോട്ട തൃശ്ശൂരിലും സെൻറ്റ് ആഞ്ചലോ കോട്ട കണ്ണൂരിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവർ സ്ഥാപിച്ചിട്ടുള്ള മറ്റൊരു കോട്ടയാണ് തോമസ് കോട്ട, പറങ്കിക്കോട്ട എന്ന് പറയുന്നത് കേട്ടോ. തോമസ് കോട്ടയുടെ മറ്റൊരു പേരാണ് പറങ്കിക്കോട്ട. ഇത് കൊല്ലത്ത് തങ്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, പോർച്ചുഗീസുകാരറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പറങ്കികൾ എന്നുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യൻ ശക്തി കൂടിയാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഏകദേശം 463 വർഷത്തോളം അവർ ഇന്ത്യ ഭരിച്ചു. 463 വർഷത്തോളമാണ് അവർ ഇന്ത്യയിൽ ഭരിച്ചത്. ഏകദേശം 1498 മുതൽ 1961 വരെയാണ് ഇവരുടെ ആ ഒരു ഭരണ കാലഘട്ടം എന്ന് പറയുന്നത്. അതേപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകത, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്താണത്? ഫസ്റ്റ് അറൈവ്ഡ് ആൻഡ് ലാസ്റ്റ് റിട്ടേൺഡ് എന്നാണ്. അതായത് ആദ്യം ഇന്ത്യയിലേക്ക് വന്നതും അതേപോലെ അവസാനമായിട്ട് തിരിച്ചു പോകുന്ന യൂറോപ്യൻസ് കൂടിയാണ് പോർച്ചുഗീസുകാർ കേട്ടോ. അപ്പോൾ പോർച്ചുഗീസുകാർ ആദ്യം വന്നു, അതേപോലെ തിരിച്ചു പോയത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഭരണം അവസാനിപ്പിച്ചു പോയത് ഏറ്റവും ലാസ്റ്റാണ്. അങ്ങനെ ബ്രിട്ടീഷുകാരും പോയി. അപ്പോഴും ആരുണ്ടായിരുന്നു ഇവിടെ? നമ്മുടെ പോർച്ചുഗീസുകാർ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന സ്റ്റേറ്റായിരുന്നു ഗോവ കേട്ടോ. ഗോവ ഇവരുടെ അധീനതയിലായിരുന്നു. അങ്ങനെ ഗോവ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് 1961 ഡിസംബർ 19 ഇന്ത്യൻ സേന എന്ത് ചെയ്തു? ഇന്ത്യയിലെ സേന ഒരു ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ ഒരു ഗോവ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു അപ്പോൾ പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് 1961 ഡിസംബർ 19 ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ് കേട്ടോ. അപ്പോൾ ഗോവ ആരുടെ കൈവശമായിരുന്നു? പോർച്ചുഗീസുകാരുടെ കൈവശമായിരുന്നു. അപ്പോൾ പോർച്ചുഗീസുകാരെ എന്താ പറയുക, അവിടെ നിന്ന് പറഞ്ഞു വിടാൻ, ഗോവ ആസ്ഥാനമാക്കിയിട്ടാണ് അവർ ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ ഗോവ മോചിപ്പിക്കുകയും എന്നാണ് 1961 ഡിസംബർ 19 അങ്ങനെ ഗോവ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള ഇന്ത്യൻ സൈനികർ നടത്തിയിട്ടുള്ള ആക്ഷനാണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ വിജയിയെ പോലീസ് ആക്ഷൻ എന്നു കൂടി വിളിക്കപ്പെടുന്നുണ്ട്. അത് അങ്ങനെ പറഞ്ഞത് ആരാണ്? VK കൃഷ്ണമേനോനാണ് അങ്ങനെ ഒരു വിശേഷണം ഇതിന് നൽകിയത്. പോലീസ് ആക്ഷൻ എന്നാണ് ഇതിന് വിശേഷണമായിട്ട് അദ്ദേഹം നൽകിയത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുഞ്ഞാലി മരക്കാരെ കുറിച്ചിട്ടാണ്. അപ്പോൾ കേരളത്തിലെ സാമൂതിരിയുടെ നാവിക സൈന്യ മേധാവിയാണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു നാവിക സൈന്യ മേധാവിയെയാണ് എന്ത് വിളിക്കുന്നത്? കുഞ്ഞാലി മരക്കാർ എന്ന് വിളിക്കുന്നത്. മരക്കാർ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. അത് സാമൂതിരിയുടെ സൈനിക മേധാവിയുടെ ആ ഒരു സ്ഥാനപ്പേരാണ് എന്ത് പറയുന്നത്? കുഞ്ഞാലി മരക്കാർ. ഇവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കോട്ടയ്ക്കലാണ്. പിന്നെ 4 കുഞ്ഞാലി മരക്കാർമാർ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമനാണ് കുഞ്ഞാലി ഒന്നാമൻ കുട്ടി അഹമ്മദ് അലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ കുഞ്ഞാലി സെക്കൻഡ്, അദ്ദേഹം കുട്ടി പോക്കറലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. കുഞ്ഞാലി സെക്കൻഡാണ് ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവികസേന രൂപീകരിച്ച്, അതായത് ഇന്ത്യൻ തീരത്ത് ആദ്യമായി ഒരു നാവികസേന രൂപീകരിച്ചത് കുഞ്ഞാലി സെക്കൻഡാണ്. ഇനി കുഞ്ഞാലി തേർഡ് എന്നറിയപ്പെടുന്നത് ആരാണ്? പടമരക്കാർ അല്ലെങ്കിൽ പട്ടുമരക്കാർ കേട്ടോ. കുഞ്ഞാലി തേർഡിന് അറിയപ്പെടുന്ന 2 പേരുകളാണ്. പടമരക്കാർ എന്നറിയപ്പെടുന്നു, അതേപോലെ പട്ടുമരക്കാർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി മരക്കാർ കോട്ട, അതായത് പുതുപ്പണം കോട്ട എന്നറിയപ്പെടുന്നു. മരക്കാർ കോട്ട അല്ലെങ്കിൽ പുതുപ്പണം കോട്ട, ഇത് സ്ഥാപിച്ചത് കുഞ്ഞാലി തേർഡാണ് കേട്ടോ. കുഞ്ഞാലി തേർഡാണ് മരക്കാർ കോട്ട അല്ലെങ്കിൽ പുതുപ്പണം കോട്ട സ്ഥാപിച്ചത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് ചാലിയം കോട്ട കേട്ടോ. ചാലിയം കോട്ട അത് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചാലിയം കോട്ട നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് കുഞ്ഞാലിമാരുടെ അടുത്തു നിന്നും ഉള്ള ആക്രമണങ്ങൾ തടയുക എന്ന ലക്ഷ്യമായിട്ട് നമ്മുടെ പോർച്ചുഗീസുകാർ പണിതിട്ടുള്ള ഒരു കോട്ടയാണിത്, ചാലിയം കോട്ട കേട്ടോ. അപ്പോൾ ചാലിയം കോട്ട നിർമ്മിച്ചത് എന്താണ്? പോർച്ചുഗീസുകാരാണ് കേട്ടോ. 1531 ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനെ പറയുന്ന മറ്റൊരു വിശേഷണമുണ്ട്. അതാണ് എന്ത്? സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി. അപ്പം ചാലിയം കോട്ടയെയാണ് എന്ത് വിളിക്കുന്നത്? സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് അറിയപ്പെടുന്നത്. കുഞ്ഞാലി തേർഡാണ് ചാലിയം കോട്ട പിടിച്ചെടുത്തത്. അപ്പം ചാലിയം കോട്ട പിടിച്ചെടുത്തത് ആരാണ്? കുഞ്ഞാലി തേർഡാണ് കേട്ടോ. അതായത് പടമരക്കാർ അല്ലെങ്കിൽ പട്ടുമരക്കാർ എന്നറിയപ്പെടുന്ന കുഞ്ഞാലി തേർഡാണ് ഈ ചാലിയം കോട്ട പിടിച്ചെടുക്കുന്നത്. അപ്പോൾ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയം കോട്ടയാണ്. കുഞ്ഞാലിമാരുടെ ആക്രമണങ്ങളിൽ നിന്ന് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ചാലിയം കോട്ട നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 1531 നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് അടുത്തത് കുഞ്ഞാലി ഫോർട്ടിനെ കുറിച്ചാണ്. നമ്മളിനി അടുത്ത് പഠിക്കുന്നത് കുഞ്ഞാലി ഫോർട്ടിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മുഹമ്മദ് അലി മരക്കാർ എന്നാണ് കേട്ടോ. കുഞ്ഞാലി ഫോർട്ട് അറിയപ്പെടുന്ന പേരാണ് മുഹമ്മദ് അലി മരക്കാർ. ഇദ്ദേഹത്തിന് കുറച്ച് വിശേഷണങ്ങളും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കുറച്ച് പ്രാധാന്യമുണ്ട്. ഇദ്ദേഹമാണ് ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്ന ബിരുദം നേടിയത് കേട്ടോ. ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്ന ബിരുദം നേടിയത് കുഞ്ഞാലി ഫോർത്താണ്. അതേപോലെ 1600 വധിക്കപ്പെട്ടു. ഗോവയിൽ വെച്ചാണ് വധിക്കപ്പെട്ടത്. പോർച്ചുഗീസുകാരാൽ വധിക്കപ്പെട്ട തന്നെയാണ്. പിന്നെ ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രം ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരിട്ടിട്ടുണ്ട്. അതിന് INS കുഞ്ഞാലി എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞാലി ഫോർട്ടിൻ്റെ സ്മരണാർത്ഥം നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രത്തിന്
പേര് നൽകി. അതാണ് INS കുഞ്ഞാലി. അത് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്മാരകം കോട്ടക്കലിലാണ്. പിന്നെ അതേപോലെ 2000 സ്റ്റാമ്പ്, ഇത് കുഞ്ഞാലി മരക്കാറുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്, എന്നാലും ഒരു നല്ല നോട്ടായിരുന്നു. ഞാൻ ആ നോട്ട് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നെക്സ്റ്റ് നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു.